എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ ഓണ നാളുകൾ അടുക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നാം ഓണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആഘോഷങ്ങളും തുടക്കം കുറിക്കുന്നു. എന്നാൽ എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കുറഞ്ഞ നിങ്ങളുടെ അടുത്ത ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് അവർക്കും നിങ്ങൾക്കും ഉള്ളൊരു വലിയൊരു സന്തോഷമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ പരിചയക്കാരോ ആരുമായിക്കോട്ടെ, നിങ്ങൾ അവരെ ആരെങ്കിലും ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കണം. നിങ്ങൾ ഓണക്കോടി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏതെങ്കിലും ഒരു ജോഡി വസ്ത്രം നിങ്ങൾ പ്രത്യേകം വാങ്ങി നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ സൂക്ഷിക്കുക. ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഈ വസ്ത്രമില്ലാതെ അലയുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് സ്ട്രീറ്റിൽ കണ്ടെത്താൻ സാധിക്കും. അതിൽ പൊതുസ്ഥലത്ത് കണ്ടെത്താൻ സാധിക്കും. വണ്ടി നിർത്തുക, അവർക്കത് കൊടുക്കുക. ഒപ്പം സാധിച്ചാൽ, ഇതില്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണപ്പൊതി അത് സൂക്ഷിക്കുക. ഭക്ഷണമില്ലാതെ കാത്തു നിൽക്കുന്ന ആരെങ്കിലും റോഡ് സൈഡിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞ് തിരിയുന്ന മറ്റാരെങ്കിലും കാണും. ഇത് ഒന്നുമില്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരു പരാതിയും പറയാതെ, ആവലാതിയും പറയാതെ പട്ടിണി കിടക്കുന്ന ആരെങ്കിലും നമ്മുടെ നെയ്ബേഴ്സായിട്ടും കാണും, നമ്മുടെ അറിവിൽ കാണും. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരിലൂടെ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അവിടേക്കെത്തി സാധിച്ചാൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നാം ഈ ലോകത്തോട് യാത്ര പറയുന്നൊരു സമയമുണ്ടാകും. ഒരു പക്ഷേ ആ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആലോചിക്കും, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുത്തിരുന്നു, വസ്ത്രം കൊടുത്തിരുന്നു. അവരോർക്കും, 100% ഓർക്കും. ആ കുട്ടികൾ തീർച്ചയായും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ആ പാത ആ കുട്ടികളും തുടരും. തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കുക. അത് ആ പാത പിന്തുടരുന്ന കുട്ടികൾ പ്രഗത്ഭരായിരിക്കും, സ്നേഹമുള്ളവരായിരിക്കും, സൗമ്യത ഉള്ളവരായിരിക്കും, എല്ലാത്തിനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളൊരു ജനതയാണ് നാം വാർത്തെടുക്കേണ്ടത്. അതിന് തുടക്കം കുറിക്കേണ്ടതും നാം തന്നെയാണ്. ഓണത്തിൻ്റെ പേരിൽ എത്രയോ പേർ അനാവശ്യമായി അട്ടഹസിച്ച് ആഭാസതരമായി അനാവശ്യമായി മദ്യപിച്ചൊക്കെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ. ഇതിൽ തന്നെ ഈ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മളെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കുഞ്ഞു പുണ്യപ്രവൃത്തികൾ, അതൊരു വലിയൊരു ഗ്രേറ്റ് തിങ്സ് ആയിരിക്കും. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ്. ആ കുട്ടികൾ നാളെ അത് 100% പിന്തുടരും. ഇതേ സംവിധാനം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളാൽ അറിയുന്ന ആരെങ്കിലും കൊണ്ട് മറ്റൊരാൾക്ക് കൂടി ചെയ്തിരിക്കണം. അതായിരിക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ആവശ്യം. നിങ്ങൾ ഏത് മതഗ്രന്ഥങ്ങളെടുത്താലും ആ മതഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നതിൻ്റെ ഫലമേ കിട്ടത്തുള്ളൂ. നാം ഏത് കോവിലിൽ പോവും, ഏത് പള്ളികളിലും ഏത് മാസ്കിൽ പോയി തലയടിച്ച് പ്രാർത്ഥിച്ചാലും, അത് എത്ര ബുദ്ധിമുട്ടി വേദനയോടെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ കർത്താവി, അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്നൊക്കെ എത്ര നമ്മൾ ഉച്ചത്തിൽ വിളിച്ച് കേണപേക്ഷിച്ചാലും ആ ശക്തികൾ, നാം വിശ്വസിക്കുന്ന ശക്തികൾ നമുക്ക് തരുന്ന നാം ചെയ്യുന്ന ഫലം മാത്രമായിരിക്കും. അല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടില്ല. നിങ്ങൾ എത്ര ധർമ്മം കൊടുത്താലും, നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി
പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് ഈ ഓണത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ അടുത്തുള്ളവർ തന്നെ ആയിരിക്കും ആഹാരമില്ലാതെ, പക്ഷേ നമ്മളോടൊന്നും പറയില്ല. അവരേക്ക് കടന്നെത്തുക, ആ വീടുകളിലേക്ക് കടന്നെത്തുക, അവരെ ഒന്ന് അന്വേഷിക്കുക വല്ലപ്പോഴും കൂടെ. അതൊരു ഇറ്റ്സ് മേക്ക് എ ഗുഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ മൈൻഡിന്. ഒപ്പം നിങ്ങളുടെ മറന്നുപോയ കൂട്ടുകാരന്മാരെക്കുറിച്ച് അറിയുക. അവരെ കണ്ടെത്താൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ചെറിയൊരു അന്വേഷണം നടത്തി നോക്കുക. ആരെങ്കിലും നിങ്ങളുടെയൊക്കെ മുന്നിൽ കണ്ടെത്താം. ഒന്നിച്ച് പഠിച്ചവർ, ബാല്യകാല സുഹൃത്തുക്കൾ, അവരിൽ ആരെങ്കിലും, അല്ലെങ്കിൽ അകന്നുപോയ ബന്ധുജനങ്ങൾ, ഇവരൊക്കെ കുറിച്ച് കുട്ടികളായിരുന്നു ഒന്ന് ആലോചിച്ച് ഇന്ന നമ്മുടെ ബന്ധുക്കൾ ഇന്ന സ്ഥലത്തിന് പലയിടത്തുണ്ട്, ഇങ്ങനെ അവർ ആ ഒരു റൂട്ടിങ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം വി ഡോണ്ട് നോ വെൻ വി ലീവ് ഫ്രം ദിസ് എർത്ത്. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം നമ്മൾ ചെയ്തു തീർക്കേണ്ട ജോലികളാണ്. സോ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ഒരു സന്ദേശം എല്ലാ സുഹൃത്തുക്കൾക്കും കൊടുക്കണം. ആ സുഹൃത്തുക്കളുണ്ട് പറയണം മറ്റുള്ള സുഹൃത്തുക്കളും കൊടുക്കാൻ. ഇത് ഓണത്തിന് ലൈഫ് വിഷനിൽ നിന്നും ലഭ്യമാകുന്ന ഈ സന്ദേശം എല്ലാവർക്കും എത്തും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായത്തിൻ്റെ കൈ നീട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.